ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. വളരാതെ മാറുമ്പോഴേ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മായുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശ. അനർത്ഥങ്ങൾ ഭാവിക്കയില്ല. ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കാരങ്ങളിൽ അനർത്ഥങ്ങൾ ഭാവിക്കയില്ല. ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും. ഉറപ്പുള്ളവർ ചേർന്ന് പാടിയാട്ടെ. ആശ്രയിപ്പാൻ എനിക്ക് സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും രാത്രിയിലെ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം. നിങ്ങളോടുകൂടി ആയിരിക്കാൻ ദൈവം തന്ന നല്ല ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത്, നമ്മൾ ശുശ്രൂഷ ചെയ്യാനാണ് എല്ലാവരും വിളിച്ചിരിക്കുന്നത്. എന്നെയും ശുശ്രൂഷ ചെയ്യുവാൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ചായ ഉണ്ടാക്കി തരാനും നിങ്ങൾക്കൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവ് കെട്ടാനും എനിക്ക് മനസ്സുണ്ട്. ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരും വിളിച്ചത് പ്രസംഗം ശുശ്രൂഷയുടെ ഭാഗമാണ്. പക്ഷെ എന്നെ പ്രസംഗിക്കാനല്ല ദൈവാത്മാവ് വിളിച്ചത്, ശുശ്രൂഷിക്കാനാണ്. ഇപ്പൊ നിങ്ങളെ ചായ വെച്ച് തന്നോ, ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നോ, എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയില്ല. നിങ്ങൾ ആരും എൻ്റെ അടുത്തില്ല. എനിക്ക് നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടത് ആത്മാവിലാണ്. ആത്മാവിൽ നിങ്ങളെ ശുശ്രൂഷിക്കണമെങ്കിൽ ആത്മാവ് എന്നിൽ നിന്ന് ജീവജല നദികളായി പുറത്തു വരണം. ഞാൻ ആരാധനയ്ക്ക് കയറിയപ്പോൾ എന്റെ ദൈവം ഹൃദയത്തിൽ തന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? ആ കുഞ്ഞുങ്ങൾ ഇരുന്ന് ആരാധിക്കുന്നത് കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ വളരെ ഒരു സന്തോഷം അനുഭവിക്കുകയുണ്ടായി. എന്റെ ഹൃദയത്തിൽ ഒരു വാക്യം ഇങ്ങനെ ഓർമ്മ വന്നു. അവൻ എന്റെ ഓഹരിയും എന്റെ അവകാശവുമാകുന്നു. ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ കൊടുത്തിരിക്കുന്ന ഓഹരി അവകാശവും ആ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ എന്റെ ഹൃദയത്തിലുണ്ടായ സന്തോഷം വളരെ പ്രയോജനപ്പെട്ടതാണ്. ആ കുഞ്ഞുങ്ങൾ പാടിയപ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോഴല്ല, കുഞ്ഞുങ്ങൾ പാടിയപ്പോൾ ഞാൻ അനുഭവിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്. ദൈവസാന്നിധ്യം ഇറങ്ങി വരുവാൻ കുഞ്ഞുങ്ങളുടെ പാട്ടിലും ഞാൻ വിശ്വസിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ നാവ് തുറന്ന് അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ തന്നെ ആ ദൈവ സാന്നിധ്യം ഇതിനു മുമ്പിലായിരിക്കുന്ന ജീവിതങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഉറപ്പാണ് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നിങ്ങൾക്ക് തരുവാൻ പോകുന്നത്. ഒരാൾക്ക് വേണ്ടിയെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നിൽക്കാറുണ്ട്. ക്രിസ്തു ഒരാൾക്ക് വേണ്ടി നിന്ന ദൈവമാണ്. 100 പേരുണ്ടായിരുന്നാലും ഒരാൾക്ക് വേണ്ടി അവൻ നിൽക്കും. വിശ്വസിക്കുന്ന ഒരാൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് വേണ്ടി, സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമാണ്. ആളുകൾ കൂടെയുണ്ടോ എന്നുള്ളതല്ല, ആ ഒരാൾ ഇന്ന് നിങ്ങളിൽ ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലായി തീരുവാൻ ഇടവരും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുഖം എനിക്ക് അറിയില്ല, കണ്ട ഓർമ്മകളില്ല. പക്ഷെ ക്രിസ്തു യേശുവെ നിങ്ങൾ എല്ലാവരും എൻ്റെ സഹോദരനും സഹോദരിയുമാണ്. നിങ്ങളുടെ മുഖം കാണാൻ കഴിയാത്തതിൽ എനിക്ക് ഭാരമുണ്ടെങ്കിലും
നിങ്ങളുടെ മുഖത്തെ ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റവും സൗന്ദര്യമുള്ളതായും ഏറ്റവും തേജസ്സേറിയതായും ശോഭയേറിയതായും വിശുദ്ധിയിൽ തിളങ്ങുന്നതായും കാണുന്നു. എന്തെന്നാൽ ക്രിസ്തുവിൽ നിങ്ങളെല്ലാം വിശുദ്ധിയുള്ളവരും ശോഭയേറിയവരുമാണ്. അങ്ങനെ ഞാൻ നിങ്ങളെ കാണുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ പരമേൽപ്പിച്ച വചനത്തിലേക്ക് കിടക്കാം. യെശയ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായം 6-ാമത്തെ വാക്യം. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വെടിവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു. അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. മറ്റൊരു വചനം കൂടെ ഉണ്ട്, വായിക്കാം. റോമർ പുസ്തകം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്വീകരിച്ചും ഇരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ സന്നിധി നമുക്കായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കുമ്പോഴാണ് അത് നിങ്ങളുടെ സാഹചര്യങ്ങളോട് ഇടപെടുക. ഒരു പ്രസംഗക്കുറിപ്പിലെ പോയിന്റുകളായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ഇടപെട്ടാൽ അത് നിങ്ങളുടെ ജ്ഞാനം വർദ്ധിപ്പിക്കുമായിരിക്കാം. എന്നാൽ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ മാനസിക വ്യതയ്ക്കകത്ത് നിങ്ങളോട് അത് സംസാരിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടണം. ഈ ഡിനിൻ എന്ന് പറയുന്ന ഈ വ്യക്തിയിൽ നിന്ന് ഒരു പ്രസംഗത്തിന്റെ 5 പോയിന്റുകൾ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കില്ല. അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വചനമായി ശക്തിയായി നിങ്ങളിലേക്ക് പ്രവഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത് പ്രവർത്തിക്കുവാനിട വരും. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക. പ്രസംഗിക്കുന്ന വ്യക്തിയെ നോക്കണ്ട, എന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യത്തെയോ മൈക്കിന്റെ ശബ്ദത്തെയോ നോക്കണ്ട, നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കണ്ട, നിങ്ങൾ ആരോടുകൂടെ ഇരിക്കുന്നു നോക്കണ്ട. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ കണ്ണുകളെ അടച്ച് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറിയ കൂട്ടമാണ് ദൈവമേ. അവരുടെ ഹൃദയത്തിന്റെ വ്യതകളോ ദുഃഖങ്ങളോ ഭാരങ്ങളോ, അവർ ഏത് കുടുംബത്തിൽ ജനിച്ചെന്നോ ഏത് മാതാപിതാക്കളുടെ മക്കളെന്നോ എനിക്കറിയില്ല ദൈവമേ. അവർ ആരെന്നോ എന്തെന്നോ എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്നറിയാം കർത്താവേ, എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ ശുശ്രൂഷിക്കേണ്ടതിന് നീ എന്നെ വിളിച്ചു ദൈവമേ. ഇവരെ ശുശ്രൂഷിപ്പാൻ എനിക്ക് മനസ്സുണ്ട്. ആത്മാവിലാൽ ഇവരെ ശുശ്രൂഷിക്കണം. ഇവരുടെ ഹൃദയത്തിന്റെ മുറിവുകളെ എനിക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് പകൽക്കാലം കെട്ടപ്പെടണം ദൈവം. ഇവരുടെ വേദനകൾക്ക് ഇന്നൊരു ആശ്വാസം ഉണ്ടാകണം. ഇവരുടെ പ്രതിസന്ധികൾക്ക് ഇന്നൊരു മാറ്റം വരണം ദൈവമേ. അത് സംഭവിക്കണമെങ്കിൽ ഈ എളിയവന്റെ നാവിൽ നിന്ന് അസ്ഥിമേതകളെ തുളച്ചു ചെല്ലുന്ന ദൈവമേ, പർവ്വതങ്ങളെ ഇടിച്ച് നിരപ്പാക്കി സമതലമാക്കുന്ന ആ ദൈവവചനം പുറപ്പെടണം. അത് പുറപ്പെടേണ്ടതിന് എന്നെ ഞാൻ ദൈവത്തിന്റെ കന്നിൽ സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിലെ കുറവുകളെയും പരാജയങ്ങളെയും വീഴ്ചകളെയും ക്ഷമിക്കുന്ന യേശുവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ എന്നെ പരമേൽപ്പിക്കുന്നു. നീ മൃദുവായി സംസാരിക്കണമേ, മൃദുവായി തലോടണമേ, ദൈവകൃപ വെളിപ്പെടണമേ. അങ്ങനെ സംഭവിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ തന്നുള്ള നാമത്തിൽ തന്നെ. ജീവിതത്തിൽ മനുഷ്യ സൃഷ്ടിക്ക് ശേഷം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവത്തോടു കൂടെ ജീവിക്കണം. മനുഷ്യൻ ദൈവത്തോടു കൂടെ ജീവിക്കണമെന്നാണ് എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ സാത്താൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കണം. 2 ചിന്തകളാണ് എപ്പോഴും ലോകത്തുള്ളത്. ഒന്ന് ദൈവത്തിന്റെ ചിന്ത, ദൈവത്തോടു കൂടെ ജീവിക്കണം. രണ്ടാമത്തെ ചിന്ത, ദൈവത്തെ വിട്ട് ജീവിക്കണം. ഈ 2 ചിന്തകൾക്ക് വേണ്ടി ഈ ലോകത്ത് ഒരു ശക്തികൾ തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. നമ്മൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവാത്മ ശക്തിയും അതിനെതിരെ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയും വ്യാപരിക്കുന്നു. ആരൊക്കെയോ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി, ഒരു പൈശാചിക ശക്തിയുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തോടു കൂടെ വസിക്കുന്നവരെ തടയേണ്ടതിന് അവരുടെ ജീവിതത്തിൽ ബന്ധനങ്ങളായി വെളിപ്പെടുന്ന ചില അനുഭവങ്ങളുണ്ട്. നമുക്ക് പരിശോധിക്കാം. ജീവിതത്തിൽ എങ്ങനെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ അകറ്റുന്ന ബന്ധനങ്ങൾ കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൽ വാക്കിനാൽ ബന്ധനങ്ങൾ കടന്നു വരാം. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇരിക്കേണ്ടതിന്, ദൈവത്തെ നമ്മൾ വിശ്വസിക്കാതിരിക്കേണ്ടതിന്, നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കേണ്ടതിന്, നമ്മൾ സ്നേഹിക്കാതിരിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തെ ബന്ധിച്ചു കളയുന്ന വാക്കുകൾ ശത്രു കേൾപ്പിക്കാം. അത് നമ്മുടെ കുടുംബക്കാരിലൂടെയാവാം, നമ്മുടെ തുണയിലൂടെയാകാം, നമ്മുടെ മക്കളിലൂടെയാകാം. ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കുക. ഇയ്യോബിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അവന്റെ ജീവിതത്തിൽ, അവനും ക്രിസ്തുവും തമ്മിൽ അഗാധമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തെ മുറിച്ചു കളയുവാൻ
ആർക്കും കഴിയാതെ വണ്ണം യേശുവിനോട് അവന്റെ സ്നേഹത്താൽ അവൻ ചേർന്നിരുന്നപ്പോൾ ശത്രുവിന് അത് സഹിപ്പാൻ കഴിയില്ല. അവൻ അവന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നു, എങ്ങനെ ആ സ്നേഹത്തിൽ നിന്ന് അകറ്റാം. അവൻ പറയുന്നു, രോഗത്താൽ ഞാൻ ക്രിസ്തുവിൽ നിന്ന് അവനെ അകറ്റിക്കളയും, രോഗത്താൽ അകറ്റിക്കളയും. ശത്രു അതിന് അനുവാദം ചോദിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് അത് കൊടുക്കുകയും ചെയ്യുന്നു. യോബിന്റെ ജീവിതത്തിൽ ശത്രു രോഗമായി കടന്നു വരുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്കുള്ളവന്റെ യാത്രയെ, ദൈവമഹത്വത്തിലേക്കുള്ളവന്റെ യാത്രയെ, നിത്യജീവനിലേക്കുള്ളവന്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന രോഗമായി അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. ആ രോഗത്തിന്റെ മധ്യത്തിൽ ആലോചിച്ചു നോക്കൂ, അതുപോലൊരു രോഗമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെങ്കിൽ നമ്മൾ ദൈവത്തോട് എത്രമാത്രം അടുത്തു ചെല്ലും. നിത്യജീവിതത്തെ നോക്കിയുള്ള നമ്മുടെ യാത്ര എത്രത്തോളം സുഖമായ യാത്ര തിരിക്കും. പലപ്പോഴും രോഗക്കിടക്കയിൽ വെച്ച് നിത്യജീവന്റെ യാത്രയിൽ ബന്ധനം നേരിടുന്ന മനുഷ്യന് നമ്മുടെ മുന്നിലുണ്ട്. ഏറെ നാളായി ബന്ധിക്കപ്പെട്ട ഒരു സ്ത്രീയെ ബൈബിൾ കാണുന്നു. അവൾ രക്തസ്രാവമായി കാലങ്ങളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. അവൾ വിശ്വസിക്കുന്നു, അവൾ കർത്താവിന്റെ തൊങ്കലിൽ തൊട്ടാൽ, വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടാൽ അവൾ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്നു. അവൾ ആ വിശ്വാസത്താൽ ആ തൊങ്കലിൽ തൊടുന്ന വർഷത്തിൽ ആ ബന്ധനത്തിന്റെ കെട്ടഴിയുന്നു. ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ടിട്ട് തങ്ങളുടെ ആത്മീയ ജീവിതം, ക്രിസ്തുവിലേക്കുള്ള ജീവിതം, നിത്യതയിലേക്കുള്ള യാത്രയിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ ക്രിസ്തുവിനെ തൊട്ടാൽ വചനം പറയുന്നു, ബന്ധനങ്ങളെ പൊട്ടിക്കുവാനായി ക്രിസ്തു ഈ ഉലകത്തിൽ വന്നെങ്കിൽ ഇന്ന് വിശ്വാസത്തിൽ ആരെങ്കിലും അവന്റെ തൊങ്കലിൽ തൊട്ടാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ രോഗത്തിന് മാറ്റം വരും, നിന്റെ രോഗത്താലുള്ള ബന്ധനം അഴിയും. പക്ഷേ കണ്ടീഷനുണ്ട്, വിശ്വാസത്താൽ തൊടണം. വിശ്വാസത്താൽ തൊട്ടാൽ നിന്റെ ബന്ധനം അഴിയും. യോബിന്റെ ജീവിതത്തിൽ നോക്ക്, യോബ് അത് തന്നെ അവന്റെ ജീവിതത്തിൽ ചെയ്തു. വലിയ പ്രതിസന്ധികൾ വന്നു, അവന്റെ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം തന്നതെങ്കിൽ തിരിച്ചെടുക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. ദൈവത്തിന് എന്നെ സൗഖ്യമാക്കുവാൻ അധികാരമുണ്ട്. പോയതിനും നഷ്ടപ്പെട്ടതിനും മഹത്വമായി എനിക്ക് മടക്കി തരുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. അത് യോബ് മനസ്സിലാക്കിയപ്പോൾ, ആ വിശ്വാസത്തിൽ യോബ് ആ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ അവന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കിയത് ഒരു കണ്ണും കണ്ടതല്ല, ഒരു ഹൃദയത്തിലും തോന്നിയതല്ല. അവന്റെ ഭാര്യ അത് ചിന്തിച്ചു കാണില്ല, അവന്റെ കൂട്ടുകാർ അത് ചിന്തിച്ചു കാണില്ല. പക്ഷെ അവന് വേണ്ടി ദൈവം അതിന് ശ്രേഷ്ഠമായി കരുതി. അവനെ ശത്രുബന്ധനത്താൽ അടച്ചു വെക്കാൻ നീക്കിയപ്പോൾ അവൻ വിശ്വാസത്താലെ യാത്ര തുടർന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനും ശ്രേഷ്ഠമായത്, അവന് നഷ്ടപ്പെട്ടതിലും മഹിമയേറിയത് ദൈവം കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവശബ്ദം ശ്രവിക്കുന്ന സഹോദര, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ വിശ്വാസത്തിൽ ചലിക്കുവാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ലഭിക്കില്ലെന്ന് പറയുന്നത്, നിനക്ക് കിട്ടില്ലെന്ന് ചിന്തിക്കുന്നത് നിന്റെ ദൈവം നിനക്ക് വേണ്ടി തരുവാൻ തരാകും. നിനക്ക് വേണ്ടി ദൈവം തരുന്നത്, വചനം പറയുന്നു, യോബിന്റെ പുത്രിമാർ ആ ജാതിയിലെ പുത്രിമാരെക്കാൾ സൗന്ദര്യമുള്ളവരായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവിശ്വാസത്താൽ തൊടുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ഇടവരും. അപ്പൊ രോഗത്താൽ ബന്ധിക്കപ്പെടുന്നവർ, വാക്കിനാൽ ബന്ധിക്കപ്പെടുന്നവർ, ദൈവം പ്രയാസങ്ങളാൽ ബന്ധിക്കപ്പെടും, ചിന്തകളാൽ ബന്ധിക്കപ്പെടും. ചിന്തകളാൽ എങ്ങനെ ബന്ധിക്കപ്പെടും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ഇനി ഒരു വിടുതലുണ്ടോ, ഇനി ഞാൻ രക്ഷിക്കപ്പെടുമോ, ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടോ, എന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു, ഇനി ഞാൻ വിടുവിക്കപ്പെടും. ശത്രു ചോദിക്കും, ഇനി നീ വിടുവിക്കപ്പെടുമോ? സാഹചര്യം അടഞ്ഞു, ബ്രഞ്ചിൽ എങ്ങനെ ചെങ്കടൽ പിളരും? അതേ ചോദ്യം ശത്രു ചോദിക്കും. നിങ്ങളോട് ജീവിതത്തിൽ ശത്രു ചോദിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ശത്രു നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തയായി ചോദിക്കും, എങ്ങനെ നിങ്ങൾ ഈ പ്രതിസന്ധി കടന്നു ചെല്ലും? നിങ്ങൾക്കിത് കിടപ്പാൻ എങ്ങനെ കഴിയുമെന്ന് നിങ്ങളോട് ശത്രു ചോദിക്കും. ശത്രുവിന്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളെ തളർത്തിക്കളയും, നിങ്ങളെ ബന്ധസ്ഥനാക്കി കളയും. നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയാതെ, നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കഴിയാതെ, നിങ്ങൾക്ക് ഉപവസിപ്പാൻ കഴിയാതെ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയാതെ, നിങ്ങൾക്ക് ഒരു ആശ്വാസവാക്ക് പറയാൻ കഴിയാതെ നിങ്ങളെ ബന്ധിസ്ഥനാക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, അവൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട സഹോദരി, അവൻ നിന്നോട് കൂടെയുണ്ട്. നീ അതിനെ മറികടക്കും. യഹോവയാൽ നീ അതിനെ മറികടക്കും. നിന്റെ ജീവിതത്തിൽ വരുന്നത് എന്തായാലും അതിനെ അവൻ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. രോഗത്താലാണോ നീ ബന്ധിക്കപ്പെട്ടത്? ആ രോഗത്തിന്റെ ബന്ധനങ്ങളെ അവൻ പൊട്ടിച്ചിട്ട് അവൻ അതിനെ മഹത്വമാക്കി മാറ്റും, അത് സാക്ഷ്യമാക്കി മാറ്റും. നിന്റെ രോഗസൗഖ്യം അത് സാക്ഷ്യമായി ദേശത്ത് വിളങ്ങുവാൻ ഇടവരും. നീ ബന്ധിക്കപ്പെട്ടതെല്ലാം സാക്ഷ്യമായി തീരും. വാക്കുകളാൽ ബന്ധിക്കപ്പെട്ടവർ, രോഗത്താൽ ബന്ധിക്കപ്പെട്ടവർ, ദൈവമേ, അവർ ജീവിതത്തിൽ അവരായിരിക്കുന്നിടത്ത് ഇന്ന് പകൽക്കാലം ഈ വചനം വെളിപ്പെടുവാൻ പോകുകയാണ്. ആ കൃപ ഇന്ന് വെളിപ്പെടുവാൻ പോകുകയാണ്.
നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ബന്ധനം സംഭവിക്കും. സമ്പത്തിനാൽ ബന്ധിക്കപ്പെടും. സമ്പത്തിനാൽ എങ്ങനെ ബന്ധിക്കപ്പെടും? നമ്മുടെ ജീവിതത്തിൽ ധനം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വരുമ്പോൾ, നമ്മളെ ആ ദൈവ സ്നേഹത്തിലേക്ക് കടക്കാൻ കഴിയാതെ ശത്രു നമ്മളെ ബന്ധിക്കും. നമ്മൾ ദൈവത്തോടടുക്കുമ്പോൾ എങ്ങനെയാ? നമ്മൾ ദൈവത്തോടടുക്കുമ്പോൾ എന്തിനാ ബന്ധനം? നിങ്ങൾ ദൈവത്തോടടുക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നിങ്ങളെ മാറ്റേണ്ടതിന്, ആ വഴിയിൽ നിന്ന് നിങ്ങളെ മാറ്റേണ്ടതിന്, ആ വഴിയിൽ നിന്ന് നിങ്ങളെ തിരിച്ചുവിടേണ്ടതിന് പിശാച് ബന്ധനമായി നിങ്ങളുടെ ജീവിതത്തിൽ വരും. ബന്ധനം സമ്പത്തായി നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഗേഹസിയുടെ ജീവിതത്തിൽ അവളുടെ ക്രിസ്തുവിലേക്കുള്ള പാതയിൽ, ഗേഹസി അറിയാമെന്ന് വിചാരിക്കുന്നു, അവളുടെ പാതയിൽ ആ ബന്ധനത്തിന് കാരണമായി തീർന്നത് സമ്പത്താണ്. പണം അവരുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുനിട്ടപ്പോൾ ആ പണം അവരുടെ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ ഒരു തടസ്സമായി തീർന്നു. അവർ വഴിയിൽ പട്ടുപോകുവാൻ ഇടവന്നു. പണം ഒരു ബന്ധനമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാം. അതിനെ ജയിപ്പാൻ നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. പാപത്താൽ നിങ്ങൾ ബന്ധിക്കപ്പെടാം. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പാപത്താൽ നിങ്ങൾ ബന്ധിക്കപ്പെടാം. ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ശത്രു നിങ്ങളോട് പറയുവാൻ ഇടവരും, നിങ്ങൾ പാപിയാണ്, നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല, നിങ്ങൾ ഇനി ദൈവത്തിന്റെ അടുക്കൽ വരരുതെന്ന് ശത്രു അടയുവാൻ ഇടയാകും. എന്നാൽ നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ പാപം ഉണ്ടെങ്കിലും യേശുവിന്റെ അടുത്ത് വരുവാൻ നിങ്ങൾക്ക് മടിക്കേണ്ടതില്ല. എന്നാൽ പാപത്തോടെ നിങ്ങൾ ക്രിസ്തുവിന്റെ ഇടയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കരുത്. പാപത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കരുത്. എന്നാൽ പാപിയായ ഒരു മനുഷ്യന് ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരാം. എന്നാൽ ശത്രു നിങ്ങളെ ബന്ധിച്ചു കളയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപം വരുമ്പോൾ ശത്രു നിങ്ങളെ ബന്ധിച്ചു കളയും, നിങ്ങൾ അറിയുകയില്ല. ശിംശോന്റെ ജീവിതത്തിൽ നോക്കുക. ശിംശോന്റെ ജീവിതത്തിൽ ആദ്യ പാപത്തിൽ അവൻ ബന്ധിക്കപ്പെടുന്നില്ല. അവൻ ബന്ധിക്കപ്പെടുന്നതിന് മുമ്പ് അവന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ അവൻ പാപം ചെയ്തു. അവന്റെ പൂർത്തീകരണം എന്ന പോലെ എന്നേക്കുമായി അവനെ ബന്ധിച്ചു കളഞ്ഞിട്ടും ആ പാപത്തിന്റെ വശങ്ങളെ അവൻ തിരിച്ചറിഞ്ഞ് അവന്റെ ദൈവത്തിലേക്ക് നോക്കിയപ്പോൾ ആ ബന്ധനം പൊട്ടിമാറിയതുപോലെ ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ ചെറിയ കുറവുകൾ കൊണ്ട്, ചെറിയ ബലഹീനതകൾ കൊണ്ട് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന്, ദൈവം നിങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ വഴിത്താരയിലൂടെ നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ലെന്ന് നിങ്ങളോട് ആരെങ്കിലും ഹൃദയത്തിലോ മനുഷ്യബന്ധങ്ങളിലോ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ അവരോട് മറുപടി പറയണം. എന്നെ വഴി നടത്തുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവൻ, എന്നെ തടയുവാൻ ആർക്കും കഴിയില്ലെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനാൽ പറയുവാൻ തയ്യാറാകണം. പാപത്താൽ ബന്ധിക്കപ്പെടുന്നവർ, ദൈവമേ സമ്പത്തിനാൽ ബന്ധിക്കപ്പെടുന്നവർ, ദൈവമേ വാക്കിനാൽ ബന്ധിക്കപ്പെടുന്നവർ, ദൈവമേ കണ്ണുകൾ കുരുടാകപ്പെട്ടവർ, ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ ലോകത്തിന്റെ ജ്ഞാനങ്ങളാൽ ബന്ധിക്കപ്പെട്ടവർ. നിങ്ങൾ ലോകത്തിലേക്ക് നോക്കുക. ഞാൻ ആയിരുന്നപ്പോൾ, നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്, ഒത്തിരി നന്മയുള്ള കൂട്ടുകാരാ. അവർക്ക് കുഴപ്പം, ഒരു നല്ല നന്മ ചെയ്യും, അവരാളുകൾക്ക് സഹായം ചെയ്യും, അവരാളുകളെ സ്നേഹിക്കും. ഞാൻ വിചാരിക്കുന്നു, എന്റെ പൂർണ്ണമായ വിശ്വാസം, ഞാൻ സ്നേഹിക്കുന്നതിലും അധികമായി എന്നെ സ്നേഹിച്ച ജാതീയ സുഹൃത്തുക്കളുണ്ട്. അപ്പോ അവർക്ക് ജാതീയരായിരുന്നിട്ടും അവരുടെ ഉള്ളിൽ നിന്ന് ആ സ്നേഹവും ഗുണങ്ങളും ഒക്കെ പുറപ്പെടുന്നുണ്ട്. പക്ഷെ എന്താണ് അവർ ഇരുട്ടിൽ വസിക്കുന്നത്? സ്നേഹം അവരിലുണ്ട്, അവർ നല്ലവരാണ്, അവർ അച്ഛനമ്മമാരെ നോക്കുന്നവരാണ്, ഭാര്യയെ ബഹുമാനിക്കുന്നവരാണ്. നമ്മുടെ ഇടയിൽ അത് കുറവാണെങ്കിലും അവർക്ക് പലർക്കും ആ ഗുണങ്ങളുണ്ട്. നമ്മളുടെ ഇടയിൽ നമ്മൾ പ്രസംഗിക്കുമെങ്കിലും പ്രാർത്ഥിക്കുമെങ്കിലും ഒരുപക്ഷെ നമ്മളുടെ ഇടയിൽ ഭാര്യമാരെ ബഹുമാനിക്കുന്നതിലും അപ്പനമ്മമാരെ ബഹുമാനിക്കുന്നതിലും അവരെ കേൾക്കുന്നതിലും കുറവുണ്ടെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എങ്കിലും അതിലും ശ്രേഷ്ഠരായ ജാതികളുണ്ട്. പക്ഷെ അതല്ല ശത്രുവിന്റെ ലക്ഷ്യം. അവരുടെ കുടുംബ ജീവിതത്തെ തകർക്കുക എന്നുള്ളതല്ല ശത്രുവിന്റെ ലക്ഷ്യം. അവരുടെ സാമ്പത്തിക നന്മകളെ തകർക്കുക എന്നുള്ളതല്ല ശത്രുവിന്റെ ലക്ഷ്യം. നിന്നെ ക്രിസ്തുവിൽ നിന്ന് അകറ്റണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്നെ എന്തിന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റും? കഷ്ടതയ്ക്കോ, പട്ടിണിക്കോ, നഗ്നതയ്ക്കോ, യുദ്ധത്തിനോ, ക്ഷാമത്തിനോ. നോർത്ത് ഇന്ത്യയിലേക്ക് നോക്ക്, അവിടെ എന്തൊക്കെ കാണുന്നു. ജയിലിൽ കിടക്കുന്ന ദൈവദാസന്മാർ, ദൈവമേ, അപ്പനമ്മമാരുടെ മുമ്പിൽ നഗ്നരാക്കപ്പെടുന്ന സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ബലഹീനരാകുന്നു, കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ദൈവമേ, അവരുടെ മുന്നിൽ അവരെ നിർത്തുന്നത് എന്താ? ദൈവമേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശത്രു എന്തിനവരെ പീഡിപ്പിക്കുന്നു? അവർ ക്രിസ്തുവിനെ വിട്ടു പോകണം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്ന കഷ്ടത എന്താണെന്നറിയോ? നിങ്ങളെ കഷ്ടത കൊണ്ട് ഉപദ്രവിക്കുവാനല്ല പിശാച് ഇത് ചെയ്യുന്നത്. നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റണം. നിങ്ങൾക്ക് ജോലി ലഭിക്കാതിരിക്കുന്നത്, നിങ്ങളുടെ ഒരു ആവശ്യം നടക്കാതിരിക്കുന്നത്, ആവശ്യം ശത്രു തടയുന്നെങ്കിൽ അതിന്റെ ഉദ്ദേശം നിങ്ങൾ ക്രിസ്തുവിൽ നിന്നുള്ള ആശ്രയം നിങ്ങൾക്ക് കുറയണം, നിങ്ങളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം കുറയണം, നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് അകലണം, ആ സ്നേഹത്തിൽ നിന്ന് അകലണം. കാൽവരി കുരിശിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട രക്തത്തെ നിങ്ങൾ ഓർക്കുവിൻ. ആ രക്തം നിങ്ങൾക്ക് വേണ്ടി ധാരധാരയായി ഒഴുകി, അവസാനത്തെ തുള്ളി വരെ ഒഴുകി,
കുഞ്ഞുങ്ങളെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടിയാണ് അത് ഒഴുകിയത്, എനിക്ക് വേണ്ടിയാണ് ഒഴുകിയത്. ആ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ എങ്ങനെ വേർപിരിക്കാൻ കഴിയും? നിങ്ങൾ അതിൽ നിന്ന് വേർപിരിക്കരുത്. കഷ്ടത നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിയരുത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയുവാൻ തയ്യാറാകണം, എനിക്ക് കഷ്ടതയുണ്ട്, എന്റെ ആവശ്യങ്ങൾ നടക്കുന്നില്ല, എങ്കിലും ഈ സ്നേഹത്തിൽ നിന്നെ ആർക്കും വേർപിരിപ്പാൻ കഴിയില്ല. ആർക്കും എന്നെ വേർപിരിപ്പാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്, എന്റെ ജീവിതത്തിൽ എടുത്തു കാണിക്കാൻ കുറവുകളുണ്ട്, എന്റെ പെറ്റമ്മയ്ക്ക്, എന്റെ സഹോദരങ്ങൾക്ക് എന്നെ എടുത്തു കാണിക്കാൻ കുറവുകളുണ്ട്. എന്നാൽ എന്നെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരടർത്തി മാറ്റും? ഇന്ന് കാലം നിങ്ങൾ ഈ വചനം കേട്ട് വിശ്വസിച്ചാൽ, നിങ്ങൾ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഉറപ്പുള്ളവരായാൽ, ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു, ശത്രുവിന് അനുവദിച്ചൊരു കാലമുണ്ട്. ആ അനുവദിച്ച കാലത്തല്ലാതെ അവനെ നിങ്ങൾക്ക് ബന്ധിപ്പാൻ കഴിയില്ലെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. അവൻ അനുവദിച്ചിട്ടല്ലാതെ നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും കുഴിയില്ലെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ഇന്ന് പകൽക്കാലം നിന്നെ അനുവദിച്ചിട്ടാ, ദൈവം അനുവദിച്ചിട്ടാ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത, ദൈവം അനുവദിച്ചിട്ടാ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട്, ദൈവം അനുഭവിച്ചിട്ടാ നിങ്ങൾക്ക് രോഗം, ദൈവം അനുവദിച്ചിട്ടാ നിങ്ങൾക്ക് ഈ പ്രതിസന്ധി കടക്കാൻ കഴിയാത്തത്, ദൈവം അനുവദിച്ചിട്ടാ നിങ്ങളുടെ മുന്നിൽ വഴി തുറക്കാത്തത്. പക്ഷെ ഞാൻ നിങ്ങളോട് തീർത്തുമെന്ന് പറയാ, ഈ ദൈവ സ്നേഹത്തിന് നിങ്ങൾ വില കൊടുത്താൽ, ഈ ദൈവ സ്നേഹത്തെ വിട്ടുപോകാതിരുന്നാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിട്ടുപോകാതിരുന്നാൽ, നിങ്ങൾ വിട്ടുപോകാതിരുന്നാൽ, എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ വചനത്തെയും പരിശുദ്ധാത്മാവിനെ സാക്ഷിയാക്കി ഞാൻ പരിശുദ്ധാഭിഷേകം കഴിപ്പിച്ച ആ ദൈവത്തിന്റെ ദാസൻ, ആ ദൈവത്തിന്റെ മകൻ, നിങ്ങളുടെ സഹോദരൻ, ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ബന്ധനമഴിയും, നിങ്ങളുടെ കെട്ടുപൊട്ടും, നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ കഷ്ടത മാറും, നിങ്ങളുടെ പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകും, നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും. പക്ഷെ അനുവദിച്ച കാലത്ത് നിങ്ങൾ ആ സ്നേഹത്തോട് ചേർന്നിരിക്കണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങളെ അനുവദിച്ച കാലത്ത്, ഈ കഷ്ടത നിങ്ങൾ അനുഭവിക്കുവാൻ നിങ്ങളെ അനുവദിച്ച കാലത്ത്, ഈ അനുവദിച്ച കാലത്ത് നിങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നെങ്കിൽ, ആ സ്നേഹത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ, ഈ ദൈവവചനം നിങ്ങളോട് പറയുന്നു, ഈ കാലത്തെ അവൻ അനുഗ്രഹമാക്കി മാറ്റും. ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു അനുഭവം പറയാം. ഞാനൊരു സിംഗിൾ മദർ, ഒരു മകനാ. എന്റെ അമ്മ, എന്റെ ജീവിതത്തെ, എന്റെ പിതാവ് ഞാൻ ജനിച്ചെന്ന് കേട്ടപ്പോൾ എന്റെ അമ്മയെ മാറ്റി നിർത്തിയതാ, തള്ളിക്കളഞ്ഞതാ. ആ മകനാ ഞാൻ. ആ മകനാ നിങ്ങളോട് പറയുന്നത്, ആ മകനാ ഉറപ്പോടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കഷ്ടതകൾക്ക് അനുവദിച്ച കാലമുണ്ട്. ആ കാലം കഴിയുമ്പോൾ അവൻ നിങ്ങളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. അവൻ നിങ്ങളെ അനേകർക്ക് സാക്ഷിയാക്കിയത്. യോബിനെ ശത്രു ബന്ധിച്ചു, രോഗങ്ങളാൽ ബന്ധിച്ചു. വർഷങ്ങൾക്കിപ്പുറം ഏറ്റവും പഴക്കമുള്ള ഒരു പുസ്തകമാണ് ഈ യോബ്. ബൈബിളിലെ ഏറ്റവും പഴക്കമുള്ള പുസ്തകമാണ് യോബ്. എന്നിട്ടും ആ യോബിനെ കുറിച്ച് ഞാനും എന്റെ തലമുറയും ഇനിയും അവനെ കുറിച്ച് പറയുമെങ്കിൽ, ആ കഷ്ടതയുടെ മുഖത്തും അവൻ ദൈവസ്നേഹത്തെ വിട്ടുപോയില്ല. സഹോദരി, നിന്റെ ജീവിതത്തിൽ ഈ കഷ്ടതയുടെ മുഖത്തും നീ കർത്താവിനെ വിട്ടുപോയില്ലെങ്കിൽ, ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു, നിന്റെ മക്കൾ നിങ്ങളെ കുറിച്ച് പറയും, യഹോവയുടെ സ്നേഹത്തിൽ എന്റെ അപ്പനിരുന്നു, എന്റെ അപ്പന് കഷ്ടത വന്നു, അവന്റെ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ വഴികൾ അടഞ്ഞു, എങ്കിലും അവരുണ്ടല്ലോ, അവർ ഈ സ്നേഹം വിട്ടുപോയില്ലെന്ന് പറയും. ആ ദൈവം അവരെ വിടുവിച്ചെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കി സാക്ഷ്യം പറയും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാണോ? എനിക്ക് ദൈവം തന്നൊരു തുണയുണ്ടല്ലോ. അവൾ 5 വയസ്സ് വരെ കാലുകൾ അവൾക്ക് നേരവണ്ണം നടക്കാൻ കഴിയാത്തൊരു കുഞ്ഞാ, നേരവണ്ണം പ്രാപ്തിയില്ലാത്ത കുഞ്ഞാ, അധികം ബുദ്ധി സാമർഥ്യങ്ങളോ അധികം ഒന്നുമില്ലെന്ന് പറഞ്ഞതാ. ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഡിസേബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാ എന്റെ ഭാര്യ, ആയിരുന്ന ഒരു കുട്ടിയാ. 5 വയസ്സ് വരെ അവൾ അങ്ങനെ ആയിരുന്നു. അവളെ നോക്കി വിധിച്ചു പറഞ്ഞു, ദൈവമേ, ഇനി അവൾ അവസാനിച്ചു പോകും, അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകില്ല, നല്ലൊരു വിദ്യാഭ്യാസം അവൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, 2 PG ഉള്ള ഒരു ഭാര്യ എന്റെ കൂടെ ഇരിക്കുന്നത്, എന്നിലും ബുദ്ധിയുള്ള ഒരു ഭാര്യ എന്റെ കൂടെ ഇരിക്കുന്നത്. പലപ്പോഴും എനിക്ക് പലതും കഴിയാതിരിക്കുമ്പോൾ കൃപയിൽ, പരിജ്ഞാനത്തിൽ, അഭിഷേകത്തിൽ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഭാര്യയാക്കി ഇവളെ മാറ്റിയെങ്കിൽ, ആ കഷ്ടതയുടെ മുഖത്ത്, ആ പ്രതീക്ഷകളില്ലാതിരുന്നത്തെ മുഖത്ത് ഒരു മാതാവും പിതാവും സ്നേഹത്തോടെ ദൈവത്തെ സേവിച്ചതുകൊണ്ട് എന്റെ ഭാര്യയുടെ പിതാവ് ഒരു ദൈവദാസന, ഒരു ദൈവദാസിയ. അവർ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവമേ, വയ്യാതെ കിടന്ന മകളെ, ദൈവമേ, നേരെ നടക്കാൻ കഴിയാതെ വിക്കി സംസാരിക്കുന്ന, പക്ഷപാതം സംഭവിച്ചതുപോലെ നിരങ്ങി നിൽക്കുന്ന ഒരു മകളെ നോക്കിയിട്ടും സ്നേഹത്തോടെ ഒരു ദൈവത്തെ സേവിച്ചെങ്കിൽ അതിന്റെ മറുപടിയാ ഇന്ന് പകൽക്കാലം അവൾ എന്റെ ഭർത്താരിയായിരിക്കുന്നത്. ഇന്ന് അവൾ ഈ UK അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. ഇവളേക്കാൾ കഴിവുള്ളവർ പുറത്തുണ്ടെന്ന് എനിക്കറിയാം. ഇവളേക്കാൾ ശ്രേഷ്ഠമായ ഒരു പുറത്തുണ്ട്. എനിക്കറിയാലോ എന്റെ ഭാര്യയെ കുറിച്ച്. അവളേക്കാൾ കഴിവുള്ളവർ,
അവളെക്കാൾ ബുദ്ധിയുള്ളവർ, അവളെക്കാൾ സാമർഥ്യമുള്ളവർ പുറത്തു നിൽക്കുമ്പോൾ ഇവളെ ഒരു യോഗ്യതയില്ലാതിരുന്നിട്ടും ദൈവത്തിന്റെ ആത്മാവ് ചില സ്ഥലങ്ങളിൽ കൊണ്ടിരുത്തിയെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ, കഷ്ടയുടെ മധ്യത്തിൽ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മറികടക്കാതെ, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ തള്ളിക്കളയാതെ, ആ സ്നേഹത്തോട് ചേർന്നിരുന്നപ്പോൾ, ആ മാധുര്യത്തോട് ചേർന്നിരുന്നപ്പോൾ ആ വിടുതൽ ജീവിതത്തിൽ വെളിപ്പെട്ടെങ്കിൽ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഇന്ന് ധ്യാനിച്ചു കൊള്ളുവേൻ. ഇന്ന് അല്പസമയമുള്ളൂ. പറയുന്നത് ഒരു ദൈവദാസനോ അറിയപ്പെടുന്ന വ്യക്തിയോ അല്ല, പക്ഷെ പറയുന്നത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇപ്പോഴനുഭവിക്കുന്നത് എന്ത് പ്രതിസന്ധിയാണെങ്കിലും ഇന്ന് പകൽക്കാലം ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊള്ളുക. അനുവദിച്ച കാലം കഴിയുമ്പോൾ, അനുവദിച്ച കാലം കഴിയുമ്പോൾ, അത് 1 മാസമാകാം, 2 ദിവസമാകാം, ഇപ്പോഴാകാം, ഇന്ന് പകൽക്കാലം മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാകാം, അനുവദിച്ച സമയം കഴിയാൻ പോകുന്നെന്ന് നിങ്ങൾക്കറിയില്ല. അനുവദിച്ച സമയം ഈ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ആ സമയം കഴിയും. ആ സമയം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ചില വിടുതൽ കാണും. നിങ്ങൾ കാണും നിശ്ചയം. അസാധാരണമായ ഒരു വഴികൾ തുറക്കും. നിങ്ങൾ അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ചോദിക്കും, എങ്ങനെ ഈ വഴി എനിക്ക് വേണ്ടി തുറന്നു? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ എന്നോട് പറയും, എന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രൂശിലെ സ്നേഹം, ക്രൂശിലെ സ്നേഹം, പുല്ലുപോലെ പൊടി പോലെ ഉണങ്ങിപ്പോകേണ്ടവർ, ഒന്നുമില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ എണ്ണി നോക്കിയാൽ അടയാളപ്പെടുത്തുവാൻ പോലുമില്ലാത്ത ഈ മനുഷ്യകുലത്തിന് വേണ്ടി സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും ആണരുളുന്നവൻ, തേജസ് വാരി ചുറ്റിയവൻ, നാഴി കൊണ്ട് മണലിനെ അണക്കുന്നവൻ, നാഴി കൊണ്ട് മണലിനെ അണക്കുന്നവൻ, നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നവൻ, തേജസ് വാരി ചുറ്റിയവൻ, ആൽഫയായവൻ, ഓമേഗയായവൻ, ആദ്യനായവൻ, അന്ത്യനായവൻ, ഇടയനായവൻ, സകലത്തെയും അറിയുന്നവൻ, അവനാ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ വിടുവിപ്പാൻ അവന് കഴിവുണ്ട്. കഷ്ടങ്ങളാൽ നിങ്ങളെ ബന്ധിക്കുന്ന ശത്രു, വാക്കുകളാൽ നിങ്ങളെ ബന്ധിക്കുന്ന ശത്രു, പാപത്താൽ നിങ്ങളെ ബന്ധിക്കുന്ന ശത്രു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാതെ, മക്കളാവട്ടെ, ജോലിയാകട്ടെ, സമ്പത്താകട്ടെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാതെ നിങ്ങളെ ബന്ധിക്കുന്ന ശത്രു, അതിന്റെ മധ്യത്തിൽ നിങ്ങളോട് പറയുന്നു, ക്ഷമിക്കുക, ദൈവം അനുവദിച്ച കാലമുണ്ട്, പ്രാർത്ഥിക്കുക, സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് അത്ഭുതമായി വെളിപ്പെടും. വചനം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക്, കാത്തിരിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നോ. ഇന്ന് പകൽക്കാല വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ദൂത് പറയുന്നു, വിശ്വസിക്ക്, വിശ്വസിക്ക്. പാപത്താൽ ബന്ധിക്കപ്പെടാൻ ശ്രമിക്കുന്നവർ, ശത്രു പാപത്താൽ ബന്ധിക്കാൻ ശ്രമിച്ചു, വാക്കുകളാൽ ബന്ധിക്കാൻ ശ്രമിച്ചു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാതെ ബന്ധിക്കുവാൻ ശ്രമിച്ചു, നിങ്ങളെ അങ്ങനെ ബന്ധിക്കുവാൻ ശ്രമിച്ചു. അതെല്ലാം കൂടാതെ നിങ്ങളെ മരണത്താൽ ബന്ധിക്കാൻ ശ്രമിക്കുന്ന ഒരു ശത്രുവുണ്ട്. മരണത്താൽ നിങ്ങളെ ബന്ധിക്കണം, നിങ്ങളെ ആത്മാവിനെ കൊല്ലണം, നിങ്ങളുടെ ആത്മാവിനെ കൊല്ലണം. മരണത്താൽ നിങ്ങളെ ബന്ധിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശത്രു, പാതാളത്തിൽ നിങ്ങളെ ബന്ധിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശത്രു. പക്ഷെ വചനം പറയുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ, ഓ കുഞ്ഞാട് പരിശുദ്ധൻ, കുഞ്ഞാട് പരിശുദ്ധൻ. എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ നിൽക്കും, എല്ലാ ദേശവും അവന്റെ മുന്നിൽ കീഴടങ്ങും, എല്ലാ നാവും അവനെ പാടും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്. മരണത്തിന്റെയും താക്കോല് കൈവശമുള്ളവൻ. ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ അകറ്റാൻ നിങ്ങൾ ശത്രുവിനെ അനുവദിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ അനുവദിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കാരെ അനുവദിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ തുണയെ അനുവദിക്കരുത്, നിങ്ങൾ ആരെയും അനുവദിക്കരുത്. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ വാളോ അരിവാളോ എന്തു വന്നുള്ളട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിങ്ങളെ മാറ്റുവാൻ ഒന്നിനെയും അനുവദിക്കരുത്. ആ സ്നേഹത്തോട് ചേർന്നിരുന്നാൽ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ഈ ഭൂമിയിലെ എല്ലാ ആവശ്യങ്ങളും അവൻ നടത്തി തരും, ഒന്നിനും ഒരു കുറവുണ്ടാകില്ല. മാത്രമല്ല സഹോദര സഹോദരി, നിങ്ങൾ മരണത്തിന്റെ ബന്ധനങ്ങളെയും അവർ അഴിക്കും, അവൻ മഹീരത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കും, അവൻ കാർത്തികയുടെ ചങ്ങലകളെ അറുത്തുമാറ്റും, അവൻ പാതാളത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും, അവൻ ബദ്ധന്മാരെ പുറത്തു കൊണ്ടുവരും. അങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ, നിങ്ങൾ ആ യാത്ര ചെയ്യുമ്പോൾ, നിത്യതയിലേക്കുള്ള ദൈവത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ബന്ധിക്കപ്പെട്ട ചിലരെ നിങ്ങൾ കാണും, ചില സഹോദരന്മാരെ നിങ്ങൾ കാണും, ചില കൂട്ടുകാരെ നിങ്ങൾ കാണും, ചില ബന്ധുമറ്റാദികളെ നിങ്ങൾ കാണും. അവരോട് മനസ്സലിവുള്ളവരായിരിക്കുക, അവരോട് ആ സ്നേഹത്തെ നിങ്ങൾ പങ്കുവെക്കുക. ഒരു ക്രൂശിലെ സ്നേഹമല്ലാതെ അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഈ ഉലകത്തിൽ ആർക്കും കഴിയില്ലെന്ന് അവരോട് ഒരു വാക്ക് പറയുവാൻ നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ ഏത് ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, നിങ്ങൾ കൂട്ടുകാരുടെ ജീവിച്ചോട്ടെ, നിങ്ങൾ എവിടെ ആയിക്കൊള്ളട്ടെ സഹോദരൻ, എനിക്ക് നിങ്ങൾ ആരെയും അറിയില്ല, എനിക്ക് ഒന്നറിയാം, എന്റെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ആ സ്നേഹം നടത്തും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് അവൻ നിങ്ങളെ സ്വസ്ഥതയോടെ പാർപ്പിക്കും.
സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലൂടെ അവൻ നിങ്ങളെ നടത്തും, നടത്തും, നടത്തും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ചുറ്റും ചിലർ അന്ധതയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. നിങ്ങളുടെ ചുറ്റും ചിലർ പാപത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. നിങ്ങളുടെ ചുറ്റും ചിലർ ആശയങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങള് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂട്ടുകാരെ നോക്കുക. അവർ ബന്ധിക്കപ്പെട്ടവരാണോ? അവർ രോഗത്താൽ ബന്ധിക്കപ്പെട്ടവരാണോ? അവർ ആശയങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരാണോ? അവർ പാപത്താൽ ബന്ധിക്കപ്പെട്ടവരാണോ? ഇന്ന് പകൽക്കാലം അവരോട് പങ്കുവെക്കാൻ നിങ്ങൾ അധികം ഒന്നും പങ്കുവെക്കണ്ട. ഈ ക്രൂശിലെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. ഈ ക്രൂശിലെ സ്നേഹം അവരുടെ ബന്ധനം മറക്കും. നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ അവർക്ക് സാമ്പത്തികം കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ അവരെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ സ്നേഹത്തെ ഒന്ന് പങ്കുവെച്ചാൽ, ഈ സ്നേഹത്തെ ഒന്ന് പകർന്നു കൊടുത്താൽ ആ ബന്ധനത്തിന്റെ കെട്ടഴിയുമെന്ന ഇന്ന് പകൽക്കാലം ആത്മാവ് നിങ്ങളോട് ദൂത് പറയുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ചുരുക്കം പേരേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ ഉള്ളിൽ ആത്മാവ് നിങ്ങളോട് ഒരാളോടെങ്കിലും സംസാരിക്കുന്നു. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ ബന്ധനങ്ങളെ അവൻ അഴിക്കാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടിട്ട സകല ബന്ധങ്ങളെയും യേശുവിന്റെ ആത്മാവ് അഴിക്കാൻ പോകുകയാണ്. അവൻ അതഴിക്കുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങളുടെ മുന്നിൽ ബന്ധിക്കപ്പെട്ട ചിലരുണ്ട്. അവരെ നിങ്ങൾ ഹൃദയത്തോടെ, പൂർണ്ണ സ്നേഹത്തോടെ, ക്രിസ്തുവിലുള്ള സ്നേഹത്തോടെ നിങ്ങൾ അവരുടെ ബന്ധനങ്ങളെ പൊട്ടേണ്ടതിന് ക്രിസ്തുവിന്റെ സ്നേഹത്തെ അവർന്ന് പകർക്കൊടുക്കുക. പ്രാർത്ഥനയാൽ, ഉപവാസത്താൽ നിങ്ങൾ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അവർന്ന് പകർക്കൊടുക്കുക. നിങ്ങളത് മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി വെച്ച സ്നേഹത്തെ നിങ്ങൾ മറക്കരുതെന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ. സഹോദരിമാരെ, സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് എന്താണെന്നറിയാവോ? എന്റെ കഴിവ് കൊണ്ടല്ല, എന്നിൽ വ്യാപരിക്കുന്ന ഒരു ക്രിസ്തു സ്നേഹമുണ്ട്. എന്തുകൊണ്ടാണെന്ന് എന്നെ സഹോദരി ക്ഷീണിച്ചത്? ആ സഹോദരിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്നേഹമുണ്ട്. ദൈവമേ, യോഗ്യതയാണ് പരിഗണിക്കുന്നെങ്കിൽ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ ഇന്ന് നിങ്ങളോട് വചനം പറയാൻ വരും. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ നിന്ന് അവർ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സഹോദരനായ ഞാൻ, നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ വിളിക്കപ്പെട്ടവൻ ഞാൻ നിങ്ങളെ കൂടെ നിൽക്കുന്നു. ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, നിങ്ങളെ വചനം കൊണ്ട് മാത്രമല്ല, നിങ്ങളെ സകലത്തിലും ശുശ്രൂഷിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരുവാൻ എനിക്ക് മനസ്സുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുവാൻ എനിക്ക് മനസ്സുണ്ട്. നിങ്ങളുടെ മുറിവ് കെട്ടുവാൻ എനിക്ക് മനസ്സുണ്ട്. ആ മനസ്സെന്നിൽ ഉളവാകുന്നത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. എന്റെ ക്രിസ്തു എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അത് തന്നെയാണ്. അവൻ മുറിവ് കെട്ടുന്ന ദൈവമാ. അവന്റെ സ്നേഹം മുറിവുകളെ കെട്ടും. അവന്റെ സ്നേഹം ദരിദ്രന്മാർക്ക് ഭക്ഷണം കൊടുക്കും. അവന്റെ സ്നേഹം രോഗികളെ സൗഖ്യമാക്കും. അവന്റെ സ്നേഹം ഒറ്റപ്പെട്ടവർക്ക് കൂട്ടായി മാറും. ഇന്ന് പകൽക്കാലം സഹോദര സഹോദരി, നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങളെ ആ സ്നേഹമാണ് ഇന്നും നിർത്തുന്നതെങ്കിൽ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ ബന്ധനങ്ങളെ അവൻ അറുക്കും. നിങ്ങളുടെ അമ്മിക്കയറുകളെ അവൻ മറക്കി മാറ്റും. നിങ്ങളുടെ മുഖങ്ങളെ അവൻ ചുമക്കും. അവൻ നിങ്ങളെ സ്വതന്ത്രമാക്കും. നിങ്ങൾ നടക്കും, നിത്യതയിലേക്ക് നിങ്ങൾ നടക്കും. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ കൂട്ടുവിശ്വാസി, നിങ്ങൾ മറക്കരുത്. സ്നേഹത്താൽ അവന് കൈകൊടുക്ക. അവന്റെ വിശപ്പിന് ആഹാരവും അവന്റെ ആത്മദാഹത്തിന് വിശുദ്ധ ജലവും ഈ പാനീയവും അവന് കൊടുക്കുക. മറക്കരുത് സഹോദരങ്ങളെ. ഒരു നിമിഷം എനിക്ക് അനുവദിച്ച സമയത്തെ കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് എന്നോട് സമയമൊന്നും പറഞ്ഞില്ല, എങ്കിലും എന്നോട് പറയുവാൻ ഏൽപ്പിച്ചത് ഞാൻ പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും ഇത്രയും പറയുന്നു. അധികം പ്രസംഗം അധികം കേൾക്കുന്നതിനല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ഉറച്ച് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ, സമാധാനത്തോടെ മടങ്ങിപ്പോക. നിങ്ങളുടെ ഭവനത്തിൽ ചെന്ന് സന്തോഷത്തോടെ കുഞ്ഞുങ്ങളോട് അപ്പം പാർക്കുക. ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. കൊച്ചുങ്ങൾക്ക് സന്തോഷത്തോടെ കുഞ്ഞുങ്ങളെ ചേർത്തി നിർത്തി പറയും, എന്റെ ദൈവം എന്നെ വിടുവിക്കും. എന്റെ ദൈവത്തിന്റെ സ്നേഹം അതെനിക്ക് മതി. അവൻ എന്റെ ഓഹരി, അവൻ എന്റെ അവകാശം. നിങ്ങൾ അങ്ങനെ ചേർത്ത് നിർത്തി പറയുമെങ്കിൽ ഇന്ന് സ്വർഗം സന്തോഷിക്കും. ആ കുഞ്ഞുങ്ങൾ നേരത്തെ പാടിയല്ലോ, അതുപോലെ പാടുന്ന ഒരു 100 കുഞ്ഞുങ്ങൾ ഈ യുകെയുടെ പട്ടണത്തിൽ, അമേരിക്കയുടെ പട്ടണങ്ങളിൽ, ഇന്ത്യയുടെ പട്ടണങ്ങളിൽ, ഏഷ്യയുടെ പട്ടണങ്ങളിൽ, യൂറോപ്പിൽ, മിഡിൽ ഈസ്റ്റിൽ, സിറിയയിൽ, ആഫ്രിക്കയിൽ, ഇന്ത്യ, ഉഗാണ്ടയിൽ, എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ഒരു തലമുറ എഴുന്നേറ്റ് വരുവാൻ തയ്യാറാകും. മാതാവേ, പിതാവേ, നിന്റെ തലമുറയ്ക്ക് ഓഹരി നീ എന്താ കൊടുക്കുന്നത്? നിന്റെ തലമുറയ്ക്ക് എന്താ നീ അവകാശമായി കൊടുക്കുന്നത്? വണ്ടി കൊടുത്തോ, കാറ് കൊടുത്തോ, വീട് കൊടുത്തോ? ഒന്നും നിലനിൽക്കില്ല. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, എനിക്ക് എന്റെ അമ്മ തന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് എന്റെ ഭാര്യയുടെ പിതാക്കന്മാർ അമ്മ കൊടുത്ത ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ? ഏറ്റവും വലിയ അവകാശം എന്താണെന്നറിയോ? ഞങ്ങൾ ഈ ദേശത്ത് വന്ന് കഷ്ടപ്പെട്ടപ്പോൾ, പട്ടിണി കിടന്നപ്പോൾ, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ലാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവകാശമായി കിട്ടിയ ഈ സമ്പത്തുണ്ടല്ലോ, ഈ സമ്പത്ത് കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. ഈ സമ്പത്താണ് ജീവിച്ചത്. ഞാൻ പ്രസംഗിച്ചിട്ടല്ല, അല്ല ഞാൻ ജോലി ചെയ്തിട്ടല്ല. ഈ വചനം എനിക്ക് രാവും പകലും ഭക്ഷണമായി തീർന്നു. ഇതെന്റെ എന്റെ ഉദരത്തിന് സന്തോഷം തന്നു. ഇതെന്റെ ശരീരത്തിന് പുഷ്ടി തന്നു. ഈ വചനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. ഈ വചനമാണ് എന്നെ പുലർത്തിയത്. ഞാൻ ആ ഉറപ്പിൽ നിങ്ങളോട് പറയുന്നു,
നിങ്ങൾക്ക് സമ്പത്ത്, നിങ്ങളുടെ ഓഹരി ക്രിസ്തു എന്ന് ഉറയ്ക്കുക. അവൻ നിങ്ങളെ വിടുവിക്കും. ഒരു നിമിഷം ഈ കേട്ട വചനം പറഞ്ഞതാരെന്നും കേട്ടത് എപ്പോഴെന്നും ഈ ഞാൻ ഒന്നോ രണ്ടോ പേരൊന്നും അല്ലെങ്കിൽ നിങ്ങളിത് സ്നേഹത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങളുടെ സഹോദരനാ ഞാനെങ്കിൽ, ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരനാണ് ഞാനെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ആ വീടിനകത്ത് അടച്ചാട്ടെ. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ അടുത്ത് ആരാ ഉള്ളതെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് നിർത്തിയാട്ടെ. അവരെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് ആ കണ്ണുകൾ ഒന്ന് അടച്ചിട്ട് ആ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവെ, ഞാൻ ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചാട്ടെ. ക്രൂശിനെ ഞാൻ നോക്കുന്നു. അത് ആ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവം, വെറും മനുഷ്യനല്ല, സാക്ഷാൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആ ക്രൂശിൽ കിടക്കുന്നു. അവന്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്, അവന്റെ തലമേൽ മുൾക്കിരീടമുണ്ട്, അവന്റെ കാലുകളിൽ കൈകളിൽ ആണിയടിച്ചിട്ടുണ്ട്, അവന്റെ ശരീരം പൊട്ടിയിട്ടുണ്ട്, അവന്റെ ശരീരം പൊട്ടി ധാരധാരയായി രക്തം ഒഴുകുന്നുണ്ട്. അവന് കള്ളന്മാരുടെ നടുവിലാ ദൈവമാകുന്നവൻ, സകല പൂജരാചരങ്ങളെ സൃഷ്ടിച്ചവൻ രണ്ട് കള്ളന്മാരുടെ ഇടയിൽ കിടക്കുന്നു. അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്ക. അവന്റെ തേജസ്സേറിയ മുഖത്തെ മനുഷ്യർ വിരൂപമാക്കി. നമ്മളുടെ സഹോദരൻ, നമ്മുടെ രക്തബന്ധങ്ങൾ, നമ്മുടെ മുൻ പിതാക്കന്മാർ അവന്റെ മുഖത്തെ വിരൂപമാക്കി, അവന്റെ ശരീരത്തെ പിളർത്തു കളഞ്ഞു. അവന്റെ കാലുകളിൽ നിന്ന്, അവന്റെ രക്തധമനികളിൽ നിന്ന്, അവന്റെ തലകളിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു രക്തം ഒഴുകിയത് ഇന്ന് പകൽക്കാലം ധ്യാനിക്കുക. ആ രക്തം ധാരധാരയായി ഒഴുക്കി. അവൻ സൃഷ്ടിച്ച മണ്ണിനെ അവൻ നനച്ചു. അവൻ ആ മണ്ണിനെ നനച്ചു. അവൻ ഏത് മണ്ണിൽ നിന്നാണോ നമ്മളെ ഉളവാക്കിയത്, ആ മണ്ണിനെ നനച്ചുകൊണ്ട് ആ രക്തം കടന്നുപോയി. സഹോദര സഹോദരി, അവൻ നമ്മളെ ജീവിപ്പിക്കുന്നത് വെറും അവൻ കുഴച്ചുണ്ടാക്കിയത് അവന്റെ രക്തം കൊണ്ട്. അവന്റെ രക്തം കൊണ്ട് അവൻ നമ്മളെ കുഴച്ചത്. അവൻ വെള്ളം കൊണ്ടല്ല നമ്മളെ കുഴച്ചത്, അവൻ രക്തം കൊണ്ട് നമ്മളെ കുഴച്ചിട്ട് നമ്മളെ ജീവന്റെ ശ്വാസം നമ്മളിൽ ഊതിയത്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കൂ സഹോദരി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആത്മ മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ജലരക്തം കൊണ്ടല്ല, അവൻ ദൈവത്തിന്റെ രക്തം കൊണ്ട്, സാക്ഷാൽ ദൈവത്തിന്റെ രക്തം കൊണ്ട് മണ്ണിനെ കുഴച്ചവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. നീ അറിയുക, നിന്റെ ശരീരത്തിൽ നടക്കുന്നത്, നിന്റെ ശരീരത്തിലുള്ളത് ക്രിസ്തുവിന്റെ രക്തമാണ്. ആ രക്തം നിന്റെ രോഗത്തിന് മരുന്നാണ്. ആ രക്തം നിന്റെ പ്രതിസന്ധികൾക്ക് മറുമരുന്നാണ്. അത് നിന്റെ ഇരുട്ടിൽ നിനക്ക് പ്രകാശിക്കും. യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ രക്തത്തെ ധ്യാനിച്ചു കൊണ്ടിരുന്നാട്ടെ, ആ രക്തത്തെ ധ്യാനിച്ചു കൊണ്ടിരുന്നാട്ടെ. സഹോദര സഹോദരി, ആ രക്തം നിങ്ങളോട് പറയുന്നു, ആ രക്തത്താൽ നിങ്ങൾ സൗഖ്യമാകാൻ പോകുന്നു. യേശുവിന്റെ നാമം മഹിമപ്പെടട്ടെ. ദൈവമേ, ഞാൻ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞാൻ ഈ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ ഇവരെ ജീവിതത്തിൽ ഇനി കാണുമോ എന്ന് എനിക്കറിയില്ല. ഇതിൽ പലരെയും എനിക്ക് മുൻ പരിചയമില്ല. ദൈവം ഇവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കുമേൽ ദൈവത്തിന്റെ ആത്മാവ് എന്ന് ഇവർക്ക് ഉത്തരം കൊടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവർ ദൈവത്തോട് ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് ഇവർ ചില ബന്ധുപറ്റാദികളോട് പറഞ്ഞത്, ഇവർ ചില കൂട്ടുകാരോട് പറഞ്ഞത്, ഇവർ തന്നെത്താൻ പറഞ്ഞത് കേട്ട പരിശുദ്ധാത്മാവ് ഇന്ന് ഇവർക്ക് മറുപടി കൊടുത്തെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ മറുപടിയെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ആ മറുപടിക്ക് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഇന്ന് പകൽക്കാലം കാലുവെക്കുന്നെങ്കിൽ, നിങ്ങൾ നടക്കുന്നിടം അത്ഭുതമല്ല, നിങ്ങൾ നടക്കുന്നിടം അത്ഭുതം മാത്രമായല്ല, നിങ്ങൾ അത്ഭുതമായി തീരുവാൻ ഇടവരും. വിശ്വാസത്തിൽ നടന്നാൽ അത് സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ദൈവമേ, അത് കൂടെ ഇരിക്കണം. ഈ കേട്ട സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ ഒക്കെ അനുഗ്രഹിക്കണം. കർത്താവെ, ആ പാടി കുഞ്ഞുങ്ങളെ ഞാൻ പ്രത്യേകമായി ദൈവമേ അനുമോദിക്കുകയും ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അവരുടെ ഈ ബാല്യപ്രായത്തിൽ അവർ തീരെ ലജ്ജയില്ലാതെ ഈ ദൈവത്തെ കുറിച്ച് പാടിയത് കൊണ്ട് എന്റെ ദൈവമേ പരിശുദ്ധാത്മാവേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില ഇടങ്ങളിൽ, ചില കൊട്ടാരങ്ങളിൽ, രാജവീതികളിൽ, ചില ആത്മമണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇവർക്ക് വേണ്ടി വാദിക്കുമെന്ന്, ഇവർക്ക് വേണ്ടി ആദരമെടുത്ത് സംസാരിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ആ കുഞ്ഞുങ്ങളോട് ഞാൻ ദൂത് പറയുന്നു. കുഞ്ഞുങ്ങളെ ഭയപ്പെടണ്ട. നിങ്ങളുടെ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. നിങ്ങൾ മടികൂടാതെ ദൈവത്തെ ആരാധിച്ചല്ലോ. നിങ്ങൾ മടികൂടാതെ ദൈവ സാന്നിധ്യത്തിൽ നിന്നല്ലോ. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പലവിടയിൽ സംസാരിപ്പാൻ ഇടവരും. നിങ്ങൾ ജീവിതയാത്രകൾ നടക്കുമ്പോൾ, നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ കോളേജുകളിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ മുതിർന്നുമ്പോൾ നിങ്ങൾ അത് അനുഭവിക്കുവാൻ ഇടവരും. നിങ്ങൾ സംസാരിക്കാത്തിടത്ത്, നിങ്ങൾ മൗനമായിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ കാണുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ ദൂത് പറയുന്നു. ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥലങ്ങളിൽ വരെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ അത് കാണുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ ദൂത് പറയുന്നു. ഇനിയും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിന് നന്ദി പറയുന്നു. അല്പസമയമേ, എനിക്കറിയില്ല എത്ര സമയം ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നു. വചനം പറയുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ ബലപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെയും എന്റെ കുടുംബവും നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ സമയം തന്ന സഹോദരിയോട് നന്ദി പറയുന്നു. യാതൊരു യോഗ്യതകളും മാനുഷികസഹജമായി ഇല്ലാതിരുന്നിട്ടും തികഞ്ഞ ദൈവസ്നേഹത്തിലും തികഞ്ഞ ദൈവകൃപയിലും നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ഞാൻ യോഗ്യനാണെന്ന് ഹല്ലേലൂയ. സ്തോത്രം, യേശുവിന്റെ സ്തോത്രം, രക്തത്തിന്റെ സ്തോത്രം, യോഗ്യനാണ് സ്തോത്രം, സ്തോത്രം, സഹോദരി സ്തോത്രം. തിരിച്ചറിഞ്ഞു. നിങ്ങളെ ശുശ്രൂഷിപ്പാൻ എന്നെ അമേൻ, തെരഞ്ഞെടുത്തു. അമേൻ, ദൈവാത്മാവിനോടും സഹോദരിയോടും എന്നെ കേട്ട വിടുതൽ അനുഭവിച്ച നിങ്ങളോടും നന്ദി പറയുന്നു. അമേൻ. സ്തോത്രം, ദൈവനാമത്തിൽ സ്തോത്രം. നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിരിക്കുന്നു. യേശുവിൻ തന്നെയുള്ള അമേൻ, നാമത്തിൽ തന്നെ ആമേൻ. അമേൻ, അമേൻ, അമേൻ. താങ്ക് യു.